ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിഷ് വാഷറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു 5 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ വേസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം കേട്ടോ. ഇതാ ഡിഷ് വാഷറിൽ നമ്മൾ പ്ലേറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് കേട്ടോ വെക്കുക. നമുക്ക് ഫസ്റ്റ് റാക്കിൽ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. കപ്സ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അലുമിനിയം വെക്കാൻ പാടില്ല, സ്റ്റീല്, ഗ്ലാസ് അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ പ്ലാസ്റ്റിക്കും നമ്മൾ വെക്കാൻ പറ്റില്ല, കാരണം അത് ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്സ് ഒന്നും വെക്കാൻ പാടില്ല. ചില പ്ലാസ്റ്റിക്കൊക്കെ ഫുഡ് ഗ്രേഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവാം, എന്താ പറയുക, ഡിഷ് വാഷ് സേഫ് ആണെന്ന് ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ പാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അലുമിനിയം വെക്കാൻ പറ്റില്ല, പിന്നെ നോൺ സ്റ്റിക്കും വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും നമുക്കിതിലേക്ക് വെക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാനൊരു 5 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ലൊരു അഭിപ്രായമുണ്ട്. ഞാൻ ഫസ്റ്റ് വാങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിയത്. കാരണം അന്നേരം കൊറോണയുടെ സമയത്താണ് ഞാൻ വാങ്ങിയത്. നമുക്ക് കൊറോണയുടെ സമയത്ത് പ്രഗ്നൻസി ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്ക് ഹെൽപ്പിന് ഒരാൾ വേണമല്ലോ. അപ്പോൾ അത് കിട്ടൂലല്ലോ ആ സമയത്ത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വാങ്ങിയത് ഫേബറാണെങ്കിൽ എനിക്ക് ആ സമയത്ത് നല്ലൊരു റീസണബിൾ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേബർ സർവീസും എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാന്ന് നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേബർ തന്നെ ചൂസ് ചെയ്ത്. പക്ഷെ ഇതുവരെ കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേസ്റ്റ് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ വേസ്റ്റ് മാത്രം ഒഴിവാക്കാം. എന്തെങ്കിലും ചോറ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കാം. പിന്നെ ഈ മിക്സി ജാർ വെക്കുമ്പോൾ നമ്മൾ കമർത്തി വെക്കണം, കാരണം വെള്ളം അതിലേക്ക് പിന്നെ നമുക്ക് സ്റ്റോർ ആയിപ്പോൾ. മിക്സി ജാർ ആയാലും പാത്രങ്ങളായാലും നമ്മൾ കപ്പ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇങ്ങനെ നേരെ വെക്കാണ്ട് കമർത്തി വെക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. ഡിറ്റർജൻറ്റ് ഇവിടെ കാണില്ലേ, അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് അതിലേക്ക് ഇട്ടാൽ മതി. ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ നമുക്ക് ആ ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ടാബ്ലറ്റ്സ് എല്ലാം വാങ്ങിയത് പൗഡറാണ്. സോ അതുകൊണ്ട് ഞാനിതാ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ അത്. ബ്രാൻഡ്സിന് നമ്മൾക്ക് ഓരോരോ ഓപ്ഷൻ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഫേബറിൽ സിമ്പിളാണ്. ഓൺ ചെയ്യാനുള്ള ബട്ടൺ അതെല്ലാം കാണുന്നില്ലേ, അത് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ സെറ്റിങ്സിൽ ഇവിടെ സൈഡിൽ ഒരു ഇതുണ്ടാവും. അപ്പോൾ 310 ആണ്. അപ്പോൾ അത് ഹെവി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഓവർ ഗ്രീസൊക്കെ ആണെങ്കിൽ 3 hours 10 minutes വെച്ചാൽ മതി. 30 minutes ഒക്കെ നമുക്ക് പെട്ടെന്ന് ഈ പ്ലേറ്റ്സൊക്കെ കഴുകാനൊക്കെ, പ്ലേറ്റ്സ് ഗ്ലാസസ് ഒക്കെ കഴുകാനാണെങ്കിൽ 30 minutes വെച്ചാൽ മതി. പിന്നെ 1 hour 30 minutes ആണ് കേട്ടോ ഞാൻ സാധാരണ സെറ്റ് ചെയ്യാറ്. കാരണം നല്ലോണം വാഷും ആവും, പിന്നെ നല്ല സ്റ്റെറിലൈസ് ആവും. അതുകൊണ്ട് ഞാൻ നല്ല ഹോട്ട് വാട്ടർ കൊണ്ട് നല്ല വാഷും ആവും. പാത്രങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക ക്ലീൻ ആവും, പുതിയതുപോലെ ഉണ്ടാവും. അതുപോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കഴിഞ്ഞിട്ടുണ്ട് 1 hour 30 minutes. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഓപ്പൺ ചെയ്യണ്ട, ഒരു 2 minute കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ നല്ല ചൂടുണ്ടാവും. ഇതാ സ്റ്റീമൊക്കെ പുറത്തേക്ക് വരുന്ന കാണില്ലേ, അതുപോലെ നല്ല ചൂടുണ്ടാവും. പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഓപ്പൺ ചെയ്തത്. നോക്കി നല്ലൊരു ക്ലീനായിട്ട് നമുക്ക് കിട്ടി. ഇങ്ങനെ പോലെ മിക്സി ജാറിലെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് അപ്പം തന്നെ വേസ്റ്റ് വാട്ടർ ഒന്ന് കളയണം കേട്ടോ. കാരണം ഹാട്ട് വാട്ടറും എല്ലാം കൂടി അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ നോക്കി നല്ല ഷൈനിങ് ഒക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടാവും. പക്ഷെ നല്ല യൂസാണ് കേട്ടോ. നമുക്ക് ആളില്ലെങ്കിലും
നമുക്ക് ഏതെങ്കിലും സുഖമില്ലാത്ത സമയം അങ്ങനെയാണെങ്കിലും പിന്നെ നല്ല ഹെവി വർക്കിംഗ് വുമൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് വാഷറാണ്. പിന്നെ എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും ഇങ്ങനത്തെ ഒരു ഡിഷ് വാഷർ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.